മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഏറെ വിശ്വസിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. കേരളത്തിന്റെ പുണ്യമായി കാലടിയിൽ ജനിച്ച് കാലടി വെച്ച് സർവജ്ഞപീഠം കയറിയ ശങ്കര ഭഗവത്പാദർ കേരളത്തിലേക്കായി സരസ്വതീ ദേവിയെ തന്റെ പ്രാർത്ഥന കൊണ്ട് പ്രത്യക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവന്നിരുന്നു എന്നുള്ളത്. ആ വരുമ്പോൾ ഒരു കരാറുണ്ടായിരുന്നത്ര, ഒരിക്കലും ശങ്കര ഭഗവത്പാദർ തിരിഞ്ഞു നോക്കരുത് എന്നുള്ളത്. പക്ഷേ കുറെ ദൂരം പിന്നിട്ടപ്പോ ദേവിയുടെ ചിലങ്കകളുടെ ശബ്ദം കേൾക്കുന്നില്ല എന്ന് ശങ്കര ഭഗവത്പാദർക്ക് തോന്നി. ഏറെ മനസ്സിനെ അടക്കിയെങ്കിലും തിരിഞ്ഞു നോക്കാനുള്ള താല്പര്യം അതടക്കാൻ സാധിക്കാത്തത് കൊണ്ട് തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോക്കിയ സ്ഥലമാണത്ര മൂകാംബിക. അപ്പൊ ദേവി പറഞ്ഞു എന്നാണ്, പറഞ്ഞ വാഗ്ദാനം ലംഘിച്ചു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാനില്ല. അങ്ങനെയാണ് മൂകാംബികയിൽ സരസ്വതി ദേവിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ്. സരസ്വതി ദേവിക്ക് അന്നേ അറിയാമായിരുന്നു അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോന്നാൽ കേരളം തുടങ്ങുകയാണ് എന്ന്. അഭിനവ മുഗളന്മാരുടെയും ടിപ്പുവിന്റെയും ഒക്കെ തന്നെ പിൻഗാമികൾ ഭരിക്കാൻ പോകുന്ന കേരളം തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് നേരത്തെ കാലത്തെ അവിടെ എത്താതെ ഇവിടെ വരെ മതി എന്ന് ദേവിയുടെ ആ ദൂരക്കാഴ്ചയായിരിക്കാം കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് ദേവിയെ പ്രതിഷ്ഠിക്കാൻ ഇടയായത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇതിപ്പോ നമ്മള് ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധ ധർണയുടെ സമാപന സമ്മേളനമാണ് എന്ന് പറഞ്ഞു. ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. ഇതൊന്നിന്റെയും സമാപനമല്ല, പലതിന്റെയും തുടക്കമാണ്. ഈ കേരളത്തിന്റെ ഒരു മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ്. ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതിനിധികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, ഒരാൾക്കൂട്ടമല്ല. ഈ വന്നവരെല്ലാം ഓരോ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ ഒരു മാറ്റം. 100-200 കൊല്ലങ്ങൾക്കപ്പുറത്തെ കേരളത്തിലെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ദേശസാൽക്കരിക്കപ്പെട്ട കേരള മൺട്രോയെ അടക്കം തിരുത്തുന്ന നടപടികളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇനിയും നിസ്സംഗരായി നിർവികാരരായി എന്താന്ന് വെച്ചാൽ നടന്നോട്ടെ എന്ന് വിചാരിച്ച് ഹൈന്ദവ സമൂഹത്തിന് ഇരിക്കാൻ സാധ്യമല്ല. നാൾക്കുനാൾ ന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്ന ഹൈന്ദവ സമൂഹത്തിന് ഇനിയെങ്കിലും സ്വന്തം മുതലുകളും സ്വന്തം വിശ്വാസവും സ്വന്തം ആചാരവും സംരക്ഷിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ അത് സംരക്ഷിക്കാൻ സാധിക്കില്ല. ലോകത്ത് ഭരണകൂടങ്ങളെ പിടിതെറിഞ്ഞ വിപ്ലവങ്ങളെ പറ്റി മാത്രമേ നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളൂ. സംശയിക്കേണ്ട, നാളെകളിലെ പാഠപുസ്തകത്തിൽ ഒരു പാഠമാകാൻ പോവുകയാണ് കേരളത്തിലെ ഹൈന്ദവ മുന്നേറ്റം. എന്തുമാത്രം മാറ്റങ്ങൾക്ക് അതിവിടെ കാരണമാകുന്നു എന്നുള്ളത് ലോക ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറത്തക്ക വിധത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് കേരളത്തിലെ ഹൈന്ദവ സമൂഹം നീങ്ങുന്നു എന്നതിന്റെ തുടക്കമാണ്. കലിയുഗ വരദനും കലിയുഗ പ്രത്യക്ഷമൂർത്തിയുമായ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ തുടങ്ങി ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ മോഷണം നടക്കാത്ത, ആചാര ലംഘനം നടക്കാത്ത ഒരിടവും ഇല്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞു, സ്വർണം മാത്രമല്ല, ഹെക്ടർ കണക്കിന് ഭൂമി ക്ഷേത്രങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാലങ്ങളായി ക്ഷേത്രം ഭരിച്ചവരെല്ലാം അതിന്റെ കണക്കുകൾ നിയമസഭയിൽ പറയുന്നു. ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമി ക്ഷേത്രങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് നിയമസഭ അത് സംരക്ഷിക്കാൻ വേണ്ടി ഒരൊറ്റവരി പ്രമേയം പോലും പാസാക്കിയില്ലെങ്കിലും വഖഫ് ബോർഡ് ചൂണ്ടിക്കാണിച്ച ഭൂമിയെല്ലാം അവരുടേതാക്കി മാറ്റിക്കൊള്ളണം എന്ന നിലയിലേക്ക് വഖഫ് ഭേദഗതിക്കെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയത് നമ്മൾ കണ്ടു. ആയിരക്കണക്കിന് ഹെക്ടർ ക്ഷേത്രഭൂമി നഷ്ടപ്പെട്ടതിൽ 1 ഇഞ്ച് പോലും തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ നടപടിക്കും സാധ്യമല്ലാത്ത കേരള നിയമസഭയാണ് വഖഫ് ബോർഡിന്റെ ഭേദഗതിയെ എതിർത്തുകൊണ്ട് പാസാക്കിയത്. അവർ ചൂണ്ടിക്കാണിച്ച ഭൂമിയെല്ലാം അവരുടെയാണ് എന്ന് പറഞ്ഞു. ഇവിടെ യഥാർത്ഥ ഉടമസ്ഥർ വരെ പുറത്തു നിൽക്കുന്നു. എന്താണ് ഇതിന് കാരണം? ഒന്നേ ഉള്ളൂ, സനാതന ധർമ്മം നശിപ്പിക്കുക എന്നുള്ളത് ജന്മദൗത്യമായി ഏറ്റെടുത്തവരാണ് ക്ഷേത്രകാര്യങ്ങൾ നടത്തുന്നത്. എങ്ങനെയാ സനാതന ധർമ്മം നശിപ്പിക്കുക? അതിന്റെ വിവിധ മാർഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരീശന്റെ സന്നിധിയിൽ നിന്നടക്കം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ആചാര ലംഘനമാകട്ടെ, കൊള്ളയാകട്ടെ, എല്ലാം നടക്കുന്നത് എങ്ങനെ സനാതന ധർമ്മത്തെ നശിപ്പിക്കും? അത് നിയമം കൊണ്ട് നശിപ്പിക്കാൻ സാധ്യമല്ല. ഒരു നിയമം പുറത്തിറക്കി നാളെ മുതൽ സനാതന ധർമ്മികൾ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് നടപ്പാവില്ല എന്ന് നമുക്കറിയാം. അതിനാദ്യം വിശ്വാസവും ആചാരവും തകർക്കണം. ആചാരത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ ഒരു ധർമ്മം തന്നെയാണ് സനാതന ധർമ്മം എന്നതുകൊണ്ട് ആദ്യം അതിനെ നശിപ്പിക്കണം. എന്തിനായിരുന്നു 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ? ഏത് യുവതിക്കായ അയ്യപ്പ ഭക്തക്കായിരുന്നു ഇവിടെ തൊഴാമുട്ടി നിന്നിരുന്നത്? പിണറായി വിജയന്റെ മകൾക്ക് തൊഴണമായിരുന്നോ? പിണറായി വിജയന്റെ ഭാര്യ ഒരു പക്ഷേ പ്രായം കഴിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നില്ല. പിണറായി വിജയന്റെയോ കോടിയേരി ബാലകൃഷ്ണന്റെയോ ഏതെങ്കിലും സഖാക്കളുടെ ഭാര്യക്കോ മക്കൾക്കോ മരുമക്കൾക്കോ തൊഴാമുട്ടി നിന്നിരുന്നോ? ഏതെങ്കിലും SFIക്കാർക്ക്
വേണ്ടിയാ? അതെല്ലാം ഈ ആചാരവും വിശ്വാസവും നശിപ്പിക്കാനും അവിടെ നിന്ന് കൊള്ളയടിച്ച് കടത്താനും വേണ്ടി മാത്രമാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് വിജയ് മല്യ അവിടെ പോയി സ്വർണം പാകി കൊടുത്ത, പൂശിക്കൊടുക്കുകയല്ല, സ്വർണം പാകി കൊടുത്തതിൽ ഇനി മേൽക്കൂര മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ്. ബാക്കി താഴികക്കുടം, കട്ടിളപ്പാളികൾ, വാതില്, ദ്വാരപാലകരങ്ങള്, ചുമര തുടങ്ങി എല്ലാം സമയബന്ധിതമായി അവിടെ നിന്ന് കടത്തിയിട്ടുണ്ട്. മോഹവിലയ്ക്ക് വിറ്റിട്ടുണ്ട്. കണ്ടവന്റെ കിടപ്പറയിലും പൂജാമുറിയിലും ഇറക്കിക്കൊണ്ട് വെച്ച് പൂജിച്ചിട്ടുണ്ട്. നാട് മുഴുവൻ നടന്ന വിശ്വാസത്തെ എത്രമാത്രം അപമാനിക്കാമോ അത്രമാത്രം അപമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇവിടെ അറിയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ നേരത്തെ ഈ ധർണയ്ക്ക് എല്ലാ വിധത്തിലുമുള്ള ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻജി സംസാരിച്ചു നമ്മളോട്, അല്ലേ? ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ അദ്ദേഹത്തെ പോലും തടഞ്ഞു നിർത്തി ഷോ കാണിക്കാൻ ഇവിടെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ അനുഭവം നമുക്കറിയാം, എവിടെയൊക്കെ വെച്ച് തടഞ്ഞു, എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. ഇതിനൊക്കെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. 2 പിഞ്ചു മക്കളുടെ വായിൽ അന്നം തേക്കാൻ കൊണ്ടുപോകുന്ന എന്നെ ബസ്സിൽ വെച്ച് തടഞ്ഞു നിർത്തി ഈ പറഞ്ഞ പോലെ തന്നെ ഷോ കാണിച്ച പോലീസ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. ഇവരാരെങ്കിലും ഉണ്ടായിരുന്നോ? കട്ടറയും വാതിലും ഭഗവാനെ അടക്കം അവിടുന്ന് ഇറക്കി കൊണ്ടുപോകുമ്പോൾ എന്താ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കാൻ ഒരു പോലീസുകാരൻ, കാക്കിയിട്ടൊരു പോലീസുകാരൻ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? എന്തുകൊണ്ട്? അവരുടെ വായടപ്പിച്ചിരുന്നു. അവരുടെ എസ്കോർട്ടിലായിരിക്കാൻ കൊണ്ടുപോയിരിക്കുക. ഇത് അത്രയും കടത്തി കൊണ്ടുപോയത് അവരുടെ എസ്കോർട്ടിലാണ്. ഇതെന്തിനാ കൊണ്ടുപോകും? നമ്മൾ ചിന്തിക്കും. നമ്മൾ സാധാരണഗതിയിൽ ഒരു കാറില് ഇത്തരം ഒരു സാധനം കൊണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് തടയില്ലേ? ഇതെന്താന്ന് ചോദിക്കില്ലേ? ഇത് ആരുടെ ഓർഡർ അനുസരിച്ചാ കൊണ്ടുപോകുന്നത്? ഓർഡറെങ്കിലും കയ്യിൽ വേണ്ടേ? ഈ സാധനത്തിന് എസ്കോർട്ട് വേണ്ടേ? സംവിധാനങ്ങളുടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇതില്ലാതെ ഇത് കേരള അതിർത്തി കടന്ന് ഇവിടെ മുഴുവൻ പോകാൻ സാധിച്ചു എങ്കിൽ കേവലം ഒരു പോറ്റിയോ പോറ്റാത്തോനോ മാത്രമല്ല അതിന്റെ പിന്നിലുള്ളത്. പോറ്റി എടുത്തതല്ല, പോറ്റിക്ക് കൊടുത്തതാണ്. പോറ്റിമാർക്ക് അഴിച്ചെടുത്ത് കൊടുത്തതാണ് ഇവിടുത്തെ ഭരണ സംവിധാനം എന്ന് അതിനകത്തേക്ക് നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാകാം. ഒന്ന്, അതിൽ നിന്ന് കിട്ടുന്ന പണം. ഈ ഇരുമ്പ് കാന്തം ഇരുമ്പിനെ ആകർഷിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെ മണ്ണിന്റെ മുകളിൽ കൂടി കാണിച്ചാൽ ആ മണ്ണിൽ ഇരുമ്പിന്റെ പൊടി ഉണ്ടെങ്കിൽ അതുപോലും കാന്തത്തിന് പറ്റിക്കൂടി നമ്മൾ കുട്ടിക്കാലത്ത് പണ്ട് കറുത്ത പൊടി എടുക്കാറുണ്ടല്ലോ. അങ്ങനെ മണ്ണില് ലയിച്ചു ചേർന്നിരിക്കുന്ന ഇരുമ്പിന്റെ പൊടി പോലും കാന്തത്തിന്റെ നിറം കണ്ടാൽ അതിലേക്ക് ചാടി വരും. ഇതുപോലെയാണ് പിണറായിയുടെ CPM. സ്വർണ്ണ എവിടെ ഉണ്ടോ ഈ കാന്തം ഇരുമ്പിന്റെ തരികളെ ആകർഷിക്കുന്ന പോലെ അത് ആകർഷിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേകമായ സംവിധാനം അവർക്കുണ്ട് എന്നുള്ളത്. അത് എവിടുത്തെ സ്വർണ്ണായാലും വേണ്ടില്ല, അത് മൂലത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ്ണായാലും വേണ്ടിയില്ല, അത് ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടി വരുന്ന സ്വർണ്ണമായാലും വേണ്ടിയില്ല, അത് ഭഗവാന്റെ സ്വർണ്ണമായാലും വേണ്ടിയില്ല. സ്വർണം അങ്ങോട്ട് പറ്റിപ്പോകുന്ന എന്തോ ഒരു സംവിധാനം കാന്തവും ഇരുമ്പും തമ്മിലുള്ള ബന്ധം പോലെ CPM, പിണറായിയുടെ CPM-ഉം സ്വർണം തമ്മിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കള്ളന്മാർ മോഷ്ടിച്ചാൽ കള്ളനെതിരെ പറഞ്ഞാൽ മതി. ഇവിടെ കള്ളന്മാരല്ല മോഷ്ടിച്ചത്. സംരക്ഷിക്കാം എന്ന് ഉറപ്പ് നൽകിയവരാണ് മോഷ്ടിച്ചിരിക്കുന്നത്. സംരക്ഷിക്കാം എന്ന ഉറപ്പ് നൽകിയവരാണ് ഈ നാടകങ്ങളെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. പടിപടിയായിട്ട് 2025-ലും ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ചിലരുടെ സമയോചിതമായ ഇടപെടൽ മൂലം നടത്തിയില്ല. ഒന്നാലോചിച്ച് നോക്കൂ, സ്വർണം പാകിക്കൊടുത്തത് ചെമ്പാണെന്ന് പറയുന്നു, ചെമ്പെന്ന് രേഖപ്പെടുത്തി വെക്കുന്നു, ചെമ്പ് തെളിയുന്നു എന്ന് പറയുന്നു. നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത പോലെ പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിൽ ഇതുവരെ ചെമ്പ് തെളിഞ്ഞിട്ടില്ല. പക്ഷേ ശബരിമല ക്ഷേത്രത്തിൽ ചെമ്പ് തെളിയാത്ത ഒരിടമില്ല. എല്ലായിടത്തും ചെമ്പ് തെളിയുന്നു, പടപടേ അത് കൊണ്ടുപോകുന്നു, മാറ്റുന്നു. ആര് കൊണ്ടുപോകുന്നു? ആർക്ക് കൊടുക്കുന്നു? ഒന്നിന് യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാതെ ഈ തരത്തിൽ ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നേരത്തെ ഇവിടെ പറഞ്ഞു, മോഷണം നടക്കാത്ത ഒരു ക്ഷേത്രവും ഇല്ല. മോഷണം നടക്കാത്ത ഒരു ക്ഷേത്രവും ഇല്ല. അത് സ്വർണമാകാം. എന്തിനു പറയുന്നു? വള്ളിയങ്കാവ് ക്ഷേത്രത്തിലെ ചന്ദനം, കിലോ കണക്കിന് ചന്ദനം ചെതലായി പോയത്രേ. കിലോ കണക്കിന് ചന്ദനത്തിന്റെ കാതില് ചെതലായി പോയത്രേ. ഇവരെന്താ അവിടെ വാൽമീകിയെ പോലെ തപസ്സിരിക്കുകയായിരുന്നു, രാമനാമം ചൊല്ലിയിട്ട് അതിന്റെ മുകളില് ചെതൽപ്പുറ്റി കയറാൻ വേണ്ടിയിട്ട്. ദേവസ്വം ഭരണാധികാരികളും മറ്റുള്ളവരും തന്റെ തലവരെ ചെതൽപ്പുറ്റി പോകാൻ വാൽമീകിമാരായിരുന്നു ഇവരെ. വാൽമീകി കൊണ്ട് മൂടാൻ വേണ്ടിയിട്ട് കിലോ കണക്കിന് ചന്ദനം അവിടെ ഒടിഞ്ഞു പോയി, ചെതല് പിടിച്ചു പോയി. ഗുരുവായൂര് വെള്ളിപ്പാത്രം മാസങ്ങളെ കൊണ്ട് കിലോകളുടെ വെയിറ്റ് കുറയുന്നു. വെള്ളിപ്പാത്രം ഇതെന്താ? കുഞ്ഞിരാമന്റെ പൊടിക്കയ്യോ? നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ കഥ പഠിച്ചിട്ടുണ്ടല്ലേ? കുഞ്ഞിരാമന്റെ പൊടിക്കൈ ആദ്യം പാത്രം പ്രസവിക്കുന്നു, പ്രസവിച്ചതിന് സന്തോഷത്തിന് അവസാനം പാത്രം, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം പാത്രം കൊടുക്കുമ്പോൾ പാത്രം മരിക്കുന്നു. ഇങ്ങനെ കുഞ്ഞിരാമന്മാരാണോ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്? പൊടിക്കൈ കട്ടി ഹൈന്ദവ ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ
കുഞ്ഞിരാമന്മാരാണോ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്? എങ്കിൽ ആ ദേവസ്വം ബോർഡ് പിരിച്ചു വിടണം തന്നെ ഞങ്ങൾ പറയുന്നത്. ഇത്തരം കളി കാണിക്കുന്ന കുഞ്ഞിരാമന്മാർക്ക് മുന്നിൽ വെച്ചു കൊടുക്കാനുള്ളതല്ല ദേവസ്വം ബോർഡ്. ഇങ്ങനെ സ്വർണവും വെള്ളിയും മാത്രമല്ല, ഗുരുവായൂരപ്പന്റെ എല്ലാവരും ആരാധിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന പുന്നത്തൂർ ആനക്കോട്ടയിൽ വരെ ഒന്ന് ചെന്ന് നോക്കുക. അടിച്ചു വരെ കൊല്ലുകയാണ് ആനയോട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ 40 വയസ്സിൽ താഴെയുള്ള ആനകൾ പടപട എന്ന് കഥ കഴിയുന്നു. അവിടെ ആര് ആനപ്പാപ്പാനാവണം തീരുമാനിക്കുന്ന? ആന എന്ന് പറഞ്ഞാല് കറുത്ത ജീവിയാണോ വെളുത്ത ജീവിയാണോ എന്ന് പോലും അറിയാത്തവന്മാർ ആനപ്പാപ്പന്മാരായി വരുന്നു. കാരണം CPM-ന്റെ കത്തുണ്ടായാൽ മതി, CPM-ന്റെ കത്തുണ്ടായാൽ മതി. അവൻ ഒരിക്കൽ പോലും ആനയെ കാണണമെന്നില്ല. ആനയുടെ നിറം എന്താണെന്ന് ചോദിച്ചാൽ പോലും അറിഞ്ഞോളണമെന്നില്ല. അത്തരം ആളുകളെ ആനപ്പാപ്പന്മാരാക്കി വെച്ച് നിത്യേന എന്നോണം ആനകൾ ചെറിയുന്നു. അവിടെ ആനകളുടെ എണ്ണം പടപടാന്ന് കുറയുന്നു. ദേവസ്വത്തിന്റെ ഗോശാല പോയി നോക്കിയാൽ അതിനും കഷ്ടമാണ്. അപ്പൊ ജീവികൾ തൊട്ട് സ്വർണവും വെള്ളിയുമുള്ള എന്തൊക്കെയാണോ എല്ലാം നശിപ്പിക്കുന്നു. ലക്ഷ്യം വിശ്വാസത്തെ നശിപ്പിക്കുക എന്നുള്ളത്, ആചാരങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത്. അതിനിടെ നമ്മൾ വാർത്ത കണ്ടില്ലേ, ആറന്മുള ക്ഷേത്രത്തിലെ വളരെ ഭക്തിയാദരപൂർവ്വം നടക്കുന്ന അവിടുത്തെ വള്ളസദ്യ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ അഷ്ടമിരോഹിണി ദിവസം തന്നെ ഭഗവാന് നേദിക്കുന്നതിന്റെ മുമ്പേ മന്ത്രിയും പരിവാരങ്ങളും പോയി ഭക്ഷണം കഴിച്ചു പോകുന്നു. ഭഗവാനെ നേദിച്ചിട്ടില്ല. അവിടെ വളരെ ആചാരപരമായാണ് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വള്ളത്തെ സ്വീകരിച്ചു കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കാണാൻ മാത്രമുള്ള ചടങ്ങുകളാണ്. അത്തരം ഒരു സ്ഥലത്ത് ഭഗവാനെ നേദിക്കുന്നതിന്റെ മുമ്പ് മന്ത്രിയും പരിവാരങ്ങളും കഴിച്ചുപോയി. എത്രയും അപ്പൊ എന്താ കഴിച്ചിട്ടുണ്ടാവുക ബാക്കിയുള്ളത്? എനിക്ക് തോന്നുന്നത് ഭഗവാനെ നേദിച്ചാൽ ബാക്കിയുള്ളതിനെ നമ്മൾ എന്താ പറയുക? നിവേദ്യം എന്നാണ് പറയുക, അല്ലേ? ഭഗവാനെ നേദിച്ച് നമുക്ക് തരുന്ന സാധനം നിവേദ്യമാണ്. ഈ അമ്പലക്കള്ളന്മാർക്ക് ആദ്യം കൊടുത്തിട്ട് ബാക്കി നമുക്ക് തരണതിന്റെ പേരാണ് അമേദ്യം എന്നുള്ളത്. ഭഗവാന് കൊടുത്താൽ ബാക്കിയുള്ളത് നിവേദ്യമാണെങ്കിൽ അമ്പലക്കള്ളന്മാര് കഴിച്ചാൽ ബാക്കിയുള്ളതിന്റെ പേരാണ് അമേദ്യം എന്നുള്ളത്. അത് അഷ്ടമിരോഹിണി ദിവസം കഴിപ്പിച്ച ഈ ദേവസ്വം ബോർഡ് ഇനിയും തുടരാനുള്ള അർഹതയുണ്ടോ? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നടന്നു എന്നുള്ളത് സംഭവമല്ലേ? അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് എന്തുകൊണ്ട് നടക്കുന്നു? വിശ്വാസമില്ലാത്തത് കൊണ്ട് നടക്കുന്നു. ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ തന്നെയാണ് ഈ സംവിധാനത്തിൽ കയറിക്കൂടിയത്. ഇത് നമ്മുടെ പോരായ്മയാണ്, ഹൈന്ദവ സമൂഹത്തിന്റെ പോരായ്മയായി തന്നെ നമ്മൾ കാണണം. ഇവിടുത്തെ മറ്റ് മതസ്ഥർക്കെല്ലാം അവരുടെ ആരാധനാലയങ്ങൾ നോക്കി സംരക്ഷിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് എന്തിന്റെ കുറവാണ്? ഇവിടെ ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള ക്ഷേത്രങ്ങളെക്കാൾ എത്രയോ ഇരട്ടി ക്ഷേത്രങ്ങൾ പുറത്ത് ഭക്തജനങ്ങൾ നടത്തുന്നില്ലേ? ആ ക്ഷേത്രങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു അഴിമതി നടന്നു എന്ന് ആരെങ്കിലും വെള്ളക്കടലാസിൽ എഴുതി കൊടുത്താൽ മതി ദേവസ്വം ബോർഡ് കടന്നു വരാൻ. ഓഡിറ്റിംഗ് പോലും നടത്തണ്ട, ഒരു ആക്ഷേപം ഉണ്ടായാൽ മതി. പാർത്ഥസാരഥി ക്ഷേത്രം, ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം നേരം വെളിച്ചമാവുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ചോരക്കളി കളിച്ച് പിടിച്ചെടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? പാർത്ഥസാരഥി ക്ഷേത്രം പിടിച്ചെടുത്തത്. അങ്ങനെ 100 കണക്കിന് ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കുന്നത്. പറയുന്ന കാരണം അഴിമതി തെളിയിക്കാൻ വരില്ല. അപ്പൊ ഒരു അഴിമതിയുടെ പേരിൽ 100 രൂപ അഴിമതിയുടെ പേരിൽ ഒരു ക്ഷേത്രം പിടിച്ചെടുക്കാമെങ്കിൽ ഭഗവാനെ തന്നെ കടത്തിക്കൊണ്ടുപോകുന്ന ദേവസ്വം ബോർഡുകൾക്ക് തുടരാനുള്ള അർഹതയുണ്ടോ? ആ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ക്ഷേത്രം പിടിച്ചെടുക്കാൻ അഴിമതി നിങ്ങൾ കാരണമായി പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമിതി ചെയ്തിട്ടില്ല, അവരെ പിരിച്ചുകൊണ്ട് അടുത്ത ടീമിന് കൊടുക്കല്ലേ വേണ്ടത്? ആ ക്ഷേത്രം ദേവസ്വം ബോർഡ് തിരിച്ചെടുക്കാൻ. കാരണം വരുമാനമുള്ളതേ വേണ്ടു. വരുമാനമില്ലാത്ത ഒരു ക്ഷേത്രത്തിന്റെ പുറകെ ഇതുവരെ പോയിട്ടില്ല. എന്തുകൊണ്ടാണ് മറ്റേ തിരുവാഭരണം ചോദിച്ചിരിക്കുന്നത്? അതുകൂടെ കൈ കിട്ടിയാൽ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയി മോൾഡ് ഉണ്ടാക്കി വേറെ എന്തെങ്കിലുമൊക്കെ അവിടെയൊക്കെ ആരും ഇതിന്റെ മാറ്റമൊന്നും നോക്കില്ലേ? ഭഗവാന് ചാർത്തി കൊടുക്കുമ്പോ ഭഗവാന്റെ തങ്കയങ്കിയുടെ ഒക്കെ അവസ്ഥ എന്താന്ന് ഭഗവാൻ അറിയായിരിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. തിരുവിതാംകൂർ കൊട്ടാരത്തുനിന്ന് കൊടുത്ത തങ്കയെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? തങ്കമാണോ ചെമ്പാണോ അതോ മുക്കാണോ എന്നുള്ളത് അതിന്റെ മാറ്റ് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. കാരണം അത് സൂക്ഷിക്കുന്നത് ആറന്മുള സ്ട്രോങ് റൂമിലാണ്. ഒട്ടും സ്ട്രോങ് ഇല്ലാത്ത സ്ട്രോങ് റൂമിലാണ്. കാരണം ഇവന്മാരുടെയൊക്കെ കളിയാട്ടാണ് ഇവിടെ നടക്കുന്നത്. എന്ത് സമർപ്പിച്ചു എന്നതിന് രേഖയില്ല, സമർപ്പിച്ചതിൽ പലതും ഇവിടെ ഇല്ല. ഇപ്പൊ പലരും പറയുന്നു 10 പവന്റെ മാല കൊടുത്താൽ, അതായത് സ്റ്റോക്ക് രജിസ്റ്ററിൽ ചിലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ 10 രൂപ എഴുതിയിട്ടുണ്ടാവും. ആ കോലത്തിലൊരു സാധനം അവിടെ ഇരിക്കുന്നുണ്ടാവും. അത് എത്ര ഗ്രാം ഉണ്ടെന്ന് ദൈവത്തിനറിയാം. അത് സ്വർണമാണോ അത് എത്ര ഗ്രാം ഉണ്ട് എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാവുന്ന അവസ്ഥ. സൂക്ഷ്മമില്ലാത്തവന്റെ മുതൽ നാണമില്ലാത്തവൻ തിന്നും, ഉറപ്പാ. സൂക്ഷ്മമില്ലാത്തവന്റെ മുതൽ നാണമില്ലാത്തവൻ തിന്നും. ഇവർക്കൊന്നും ഈ രാഷ്ട്രീയക്കാർക്ക് നാണുണ്ടാക്കി കൊടുക്കാൻ നമ്മൾ കുട്ടിയെ പറ്റില്ല. നമുക്ക് സൂക്ഷ്മം ഉണ്ടാവണ്ടേ? അതുകൊണ്ട് അടിത്തട്ട് മുതൽ ഒരു പൊളിച്ചെഴുത്തിന് സമയം വൈകിയിരിക്കുന്നു. ഇനിയും ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ ആവശ്യവുമായി തന്നെയാണ് ഹൈന്ദവ സമൂഹം ഇവിടെ, എന്റെ പ്രതിനിധികൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് എന്ന സംവിധാനം പിരിച്ചുവിടണം.
വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ദേശസാൽക്കരിച്ച കേണൽ മൺട്രോ തൊട്ട് ഇങ്ങോട്ട് വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയും വരുമാനം അടിച്ചെടുത്തും സ്വന്തമാക്കി മാറ്റുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം. ഹൈന്ദവ സംഘടനകളെ ഒരു ക്ഷേത്രത്തിലേക്കും അടുപ്പിക്കാതെ മാറ്റി നിർത്താനുള്ള ബദ്ധശ്രദ്ധ നേരത്തെ ബാബുചേട്ടൻ പറഞ്ഞു. അത് ദേവസ്വം ബോർഡ് കൊടുക്കുന്ന അന്നദാനത്തിന് മാത്രമല്ല, ക്ഷേത്ര പറമ്പുകളിൽ നടക്കുന്ന ശാഖകളെ പുറത്താക്കാൻ എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ട് ഇവര്. ഏതൊക്കെ കോടതികളിൽ പോയിട്ടുണ്ട്, ഏത് ക്ഷേത്രത്തിലാ ശാഖ കൊണ്ട് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവിടെ സംരക്ഷകരായി ക്ഷേത്ര വിശ്വാസികൾ ഉണ്ടാകരുത്. അത്രമാത്രമേ ഉദ്ദേശമുള്ളൂ. ഒരു കാവിക്കൊടി ക്ഷേത്രത്തിൽ കാണാൻ പാടില്ല, ഒരു ഓംകാരം ക്ഷേത്രത്തിൽ കാണാൻ പാടില്ല. നെയ്യാറ്റിൻകര ക്ഷേത്രത്തിലല്ലേ ഓംകാരം അഴിച്ചു മാറ്റാൻ വന്നത്? ഓമ പാടില്ല, കാവി പാടില്ല, ഹിന്ദു പാടില്ല, ഹിന്ദു സംരക്ഷണം പാടില്ല. പിന്നെ എന്തിനാണ് ക്ഷേത്രങ്ങൾ? കക്കാനും മുടിക്കാനും മാത്രം. കക്കാനും മുടിക്കാനും മാത്രമായി ക്ഷേത്രങ്ങളെ ഉപയോഗിക്കുന്നവരിൽ നിന്ന് അത് മോചിപ്പിക്കാനുള്ള കരുത്ത് നമുക്കില്ലെങ്കിൽ ഈശ്വര സന്നിധിയിൽ പോലും തെറ്റ് ചെയ്യുന്നവരായി മാറും നമ്മൾ. ധർമ്മോ രക്ഷതി രക്ഷിത. ആരാണോ ധർമ്മത്തെ രക്ഷിക്കുന്നത് അവരെ തിരിച്ചു ധർമ്മം രക്ഷിക്കുക. നമ്മുടെ ധർമ്മം പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് സംരക്ഷിച്ചു തരുമോ? നമ്മുടെ ധർമ്മം നമ്മൾ തന്നെ സംരക്ഷിക്കണം. ജൻസി കലാപങ്ങൾ എന്നാണല്ലേ മാറ്റൊക്കെ നമ്മൾ പല ഭാഗത്തും കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഹിന്ദുവിന്റെ മനസ്സിൽ ഇത്തരം വിചാരങ്ങൾ വരില്ല എന്ന് വിചാരിക്കുന്നവര്? ഇപ്പൊ കൊതിയും മതിയും കെട്ടൊരു സമൂഹമാണ് ഇരിക്കുന്നത്. വിശ്വാസം, ആചാരം, മുതല് സർവം 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 നശിപ്പിച്ച് സനാതന ധർമ്മത്തെ നശിപ്പിക്കാനുള്ള ഓരോരടവുകളായി എടുക്കുന്നു. ഭക്തി മൂത്തിട്ടാണല്ലോ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അല്ലേ? എന്തിനു വേണ്ടിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്നറിയാമോ? അതിൽ ക്ഷണിച്ചതാര്യാ? അതിൽ ക്ഷണിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ പോലുള്ളവരെ. കാരണം കൂടുതൽ പോറ്റിമാര് വരണം, കൂടുതൽ സ്പോൺസർമാര് വരണം, കൂടുതൽ ഇതുമായി കട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ആളുകൾ വരണം. അവരെ ക്ഷണിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംവിധാനമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ കാട്ടിക്കൂട്ടിയ ധൂർത്ത്. അതിന്റെ പൈസ ആരാണ് പോയത്? നമ്മുടെ പോക്കറ്റിൽ നിന്ന്. അതും പോയത് ദേവസ്വം ബോർഡിന്റെ ഫണ്ടിന്ന്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു കണക്ക് പറയും സ്വയം ഭരണ സ്ഥാപനമാണ്. ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ല. ഭരണകൂടങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെങ്കിൽ നട തുറക്കുമ്പോൾ എന്തിനാണ് മന്ത്രി അവിടെ ചെന്ന് കാവല് നിൽക്കുന്നത്? മന്ത്രി മുന്നേ ചെന്നില്ലെങ്കിൽ നട തുറക്കില്ല എന്ന താക്കോല് മന്ത്രിയുടെ കയ്യിലാന്നുള്ള പോലെയാണ് നിൽക്കുന്നത്. അവിടെ ചെന്ന് നട തുറക്കുമ്പോൾ കാവൽ നിൽക്കരുത്, സംരക്ഷിക്കാൻ ഉത്തരവാദിത്തം. അല്ലെങ്കിൽ എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത്? ഭക്തി കൊണ്ടല്ല നിൽക്കണം, നമുക്കറിയാം. എന്തിനാണ് പോയി നിൽക്കുന്നത്? മാത്രമല്ല, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ആശുപത്രി കെട്ടിടം തകർന്ന് അല്ലെ, ഒരു പാവം വീട്ടമ്മ മരിച്ചു. അവരുടെ മകന് സ്വാഭാവികമായി അവർക്ക് ജോലി കൊടുക്കണം. അതിൽ നമുക്ക് ആർക്കും എതിർപ്പില്ല. ജോലി കൊടുത്തേ മതിയാകുള്ള സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് മരിച്ചതാണ്. പക്ഷേ ആ നിയമനം എങ്ങനെ ദേവസ്വം ബോർഡിൽ കൊടുത്തു? അപ്പൊ ദേവസ്വം ബോർഡ് ഭരണകൂടത്തിന് ഇഷ്ടം പോലെ ഇടപെടാൻ പറ്റുമോ? ഇവർക്ക് സർക്കാർ ജോലി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. സർക്കാർ ജോലി കൊടുക്കണം. ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയിലാണ് മരിച്ചത്. ആരോഗ്യ വകുപ്പിന്റെ കെട്ടിടം വീണാണ് മരിച്ചത്. ആരോഗ്യ വകുപ്പിലല്ലേ നിയമനം കൊടുക്കേണ്ടത്? ആ നിയമനം എങ്ങനെ ദേവസ്വം ബോർഡിലേക്ക് എഴുതി കൊടുക്കാൻ പറ്റി? അപ്പൊ സർക്കാരിന്റെ കയ്യില് വെറും ഒരു വകുപ്പ് മാത്രമാണോ ദേവസ്വം ബോർഡ്? അവർക്ക് തോന്നിവാസം ചെയ്യാനുള്ള ഉത്തരവാദിത്തം. കളവ് പോയാൽ അവർ ഉത്തരവാദികളല്ല, അത് കട്ടവര് മാത്രം ഉത്തരവാദി. നിയമനം നടത്താൻ അവരാണ്, നടവറക്കാൻ അവരാണ്, ആചാരം ലംഘിക്കാൻ അവരാണ്. ബാക്കി ഒന്നിനും അവർക്ക് ഉത്തരവാദിത്വമില്ല. അപ്പൊ ഇതിനൊരു അവസാനം കുറിക്കാൻ നേരത്തെ പറഞ്ഞതിൽ ഇവിടെ വന്നവരെല്ലാം ഓരോ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്നതാണ്. കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് നേരത്തെ SJR കുമാർജി പറഞ്ഞവരെ കേരളത്തിൽ മാത്രമല്ല, ഇതിനെ പിന്തുണച്ചുകൊണ്ട് ദേശവിദേശങ്ങളിൽ നിന്ന് 2018-19 കാലങ്ങളിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതിനേക്കാൾ കൂടുതൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഹൈന്ദവ സമൂഹം നീങ്ങുകയാണ് എന്നതിന്റെ സൂചന നൽകിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഭരണ ചിരാകേന്ദ്രത്തിന് മുന്നിൽ വന്നിരിക്കുന്നത്. ഇതൊരു സൂചന മാത്രമായി വേണമെങ്കിൽ എടുക്കാം എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്.